മണിക്കല്ലേ ഏട്ടാ? അവിടെ തിരിച്ച് 3 മണിക്കല്ലേ? 2:30 അവിടെ ചെന്ന അവിടെ തിരിക്കുമോ? ആ, അവിടെ ചെന്ന അവിടെ തിരിക്കും. അവിടെ വരെ പോയിട്ട് വരാം. ഏഴുമല വരെയുള്ള യാത്ര അടിപൊളിയാണ്. ടിക്കറ്റ് ഒരാൾക്ക് 20 രൂപ. ഞാനവിടെ പോയി കുറച്ച് വീഡിയോസ് എടുത്താലും നല്ല അടിപൊളി വ്യൂ കേട്ടോ. പൊളി യാത്രയാണ്. വൈകിട്ട് എത്ര മണി വരെ ഉള്ളത്? 8 മണിയാകുമ്പോൾ അവിടെ തീരും. 8 മണിയാകുമ്പോഴാണ് അവിടെ തീർത്ത് കഴിയുന്നല്ലേ? ഇവിടെ വരികയാണല്ലേ? ഇവിടെ അവിടുന്ന് താമസ 7 മണിക്കാണ്. 8 മണിയാകുമ്പോൾ തീരും. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇവിടെ വന്നവർ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇതുപോലെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ടിക്കറ്റ് എടുത്ത് കൊടുത്തതിനായിരുന്നു. അപ്പോൾ എൻട്രി ഫീസ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇതുപോലെ എന്തെങ്കിലും യാത്രകളൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഇങ്ങനെ ബോട്ടിൽ പോകുന്ന അത്ര സർവീസുകളൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെ ഞങ്ങൾ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേട്ടൻ്റെ പേരെന്നാ? എൻ്റെ പേര് കൃഷ്ണകുമാർ. കൃഷ്ണകുമാർ അല്ലേ? നിങ്ങളെവിടെ? ഞങ്ങൾ ആലക്കോട്. നമ്മുടെ കണ്ണൂർ ജില്ല. ആലക്കോട്. ചേട്ടൻ എവിടെയുള്ള? ഞാൻ കൊല്ലംകോട്, പാലക്കാട് ജില്ല. ഏറ്റവും പ്രകൃതി മനോഹരമായ സ്ഥലം പാലക്കാടല്ലേ? ഇന്ത്യയിലേക്ക് 10 നല്ല ഗ്രാമങ്ങളിൽ ഒരു നല്ല ഗ്രാമമാണ് വേൾഡിൽ കൊല്ലംകോട്. അറിയില്ലേ? പത്രത്തിലും മീഡിയയിലൊക്കെ ഭയങ്കര ജനമാണ് ഇപ്പൊ അവിടെ. അവിടെയല്ലേ? കൊല്ലംകോടല്ലേ? കൊല്ലംകോടല്ലേ? അപ്പൊ അങ്ങോട്ടൊന്ന് പോകണല്ലോ. കൊല്ലംകോട് എന്തെല്ലാം സ്ഥലങ്ങളുണ്ട്. നെല്ലിയാമ്പതി, സീതാർകുണ്ട്, ചിങ്ങഞ്ചിറ, മലമ്പുഴ ഡാം, ധോണി അണക്കെട്ട്, ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാൻ. അതായത് പഴമ നിലനിൽക്കുന്ന ഒരു ഏറ്റവും നല്ല ഗ്രാമമാണ് കൊല്ലംകോട്. കൊല്ലംകോടല്ലേ? എല്ലാ അതായത് നിയന്ത്രണം മുഴുവൻ ഇവിടെ, പരിപാടി മുഴുവൻ അവിടെ. അവിടെയാണ് ഗിയർ മാറുന്നത്. എല്ലാം അവിടെ. വീട് കൂട്ടാൻ കുറയ്ക്കൊക്കെ സ്പീഡ് അദ്ദേഹം പറയും. വീട് കൂട്ട് കുറയ്ക്കുക റിവേഴ്സ് തമ്മിലൊരു ആശയവിനിമയം ശബ്ദവിനിമയം നമ്മളവിടെ ഓരോ പേര് ഓരോന്നിനെ സൂചിപ്പിക്കുന്നു. അങ്ങനെയാ? ഒരു ബെല്ലടിക്കുമ്പോ ഒരു ഗിയർ മാറും? ഒരു ബെല്ലല്ല, അല്ല, കറക്റ്റ് പറഞ്ഞാ ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് ഒരു ശകല സ്പീഡിൽ മുന്നോട്ട് എടുക്കണം, ഒരു ബെല്ലടിക്കും. ഇച്ചിരി കൂടെ സ്പീഡ് കൂട്ടറ 4 ബെല്ലടിക്കും.
ഫുൾ സ്പീഡ് വെക്കണ 3 ബെല്ലടിക്കും. ഇനി പെട്ടെന്നൊന്ന് റിവേഴ്സ് ചെയ്യണ ആദ്യം 1 ബെല്ലടിച്ച് അപായ സൂചന കാണിച്ചിട്ട് 2 ബെല്ലടിക്കും. അപ്പം റിവേഴ്സ്. അത് ഒറ്റ ബെല്ല് കഠിനമായിട്ട് അടിച്ചിട്ടായിരിക്കും പിന്നെ റിവേഴ്സ് അടിക്കുന്നത്. അതായത് ഹൈ സ്പീഡിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ ബെല്ല് കുറച്ച് കൊണ്ടുവരും. ആദ്യം 4 ബെല്ലടിക്കും, അപ്പം സ്പീഡ് കുറയും. പിന്നെ സ്പീഡിൽ പോകുമ്പോൾ 4 ബെല്ലടിച്ചാൽ സ്പീഡ് കുറയാനും, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം 4 ബെല്ലടിച്ചാൽ സ്പീഡ് കൂട്ടാനുമുണ്ട്. എല്ലാം ഒരു ചെയിനായിട്ടുള്ള പ്രവർത്തനമാണ്. അപ്പൊ ഈ ബെല്ലിലാണ് പഴയ ബോട്ട് സിസ്റ്റം ഇവിടെ തന്നെ ആയിരിക്കും. ഗിയറും അല്ല ഇവിടെ തന്നെ വരും അല്ലേ? വണ്ടിയുടെ മാതിരി ഇല്ല, ഫോർവേഡ് റിവേഴ്സ് മാത്രമേ ഉള്ളൂ. ഇത് സ്പീഡ് കൂട്ടുന്നത് ഗിയർ. ഇതിപ്പോ എത്രാമത്തെ ഗിയറിൽ പോയിക്കൊണ്ടിരിക്കുക? വണ്ടിയുടെ മാതിരി ഒന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ഒറ്റ ഇത് കൂട്ടുക കുറയ്ക്കുക അത്രേ ഉള്ളൂ. ഇത് ഫുള്ള് ചെയ്യുക, റിവേഴ്സ് ഇടുക, അത് മാത്രമേ ഉള്ളൂ. വണ്ടിയുടെ ഒരു സിസ്റ്റം ഇല്ല. അങ്ങനെയൊന്നുമില്ലല്ലേ? ഇല്ല, ചേഞ്ചിങ് ഒന്നുമില്ല. ഇത് മീറ്റർ സ്പീഡിൻ്റെ സ്പീഡ് എത്ര പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ? ഓക്കെ. സ്പീഡ് കൂട്ടണമെങ്കിൽ മുകളിലേക്ക് വലിച്ചാൽ സ്പീഡ് കൂടും. അത് ഇപ്പോൾ ഇങ്ങനെ വെച്ചാൽ കുറഞ്ഞ്. അപ്പോൾ ഈ ഗിയറോ? അത് ഇത് ഇവിടെ വണ്ടി ഓടാൻ വേണ്ടിയുള്ള സാധനം ഗിയർ. നമ്മൾ ഫസ്റ്റിലിട്ട് പോകുന്നതാണ്. അത് തന്നെ അത്രയുണ്ട് ചേട്ടൻ. അപ്പോൾ ഗിയറിൻ്റെ കൺട്രോൾ ഞാൻ വർക്ക് ചെയ്യാനാ ഡ്രൈവർ. ഇത് അത് സ്ട്രാങ്ക്. അത് സ്ട്രാങ്കാ? സ്ട്രാങ്ക് എന്ന് പറയുന്നത് ഡ്രൈവർ ഇവിടെ. ഡ്രൈവർ ഇവിടെയാ? അത് സ്ട്രാങ്ക് അല്ലേ? ഓക്കെ. സ്റ്റിയറിംഗ് പിടിച്ചേക്കുന്നതാണ് സ്ട്രാങ്ക്. ഓക്കെ. ഞാൻ വർക്ക് ചെയ്യുന്ന ഡ്രൈവർ. ഓക്കെ. അപ്പം മറ്റേ ഇപ്പോൾ 2 ബെല്ലടിച്ച് ഇപ്പം പകുതിയായി. 4 ബെല്ലടിച്ച് ഇപ്പം പകുതി വെച്ച് സ്പീഡ് കുറച്ച്. ഒന്നുകൂടെ അടിക്കുമ്പോൾ മൊത്തം വലിക്കും വെച്ചു. ഒന്നുകൂടെ അടിക്കുമ്പോൾ മൊത്തം വലിക്കും. അത് നിർത്താൻ വേണ്ടിയിട്ട് മൊത്തം കുറയ്ക്കുക. അത് സ്റ്റോപ്പ് ചെയ്യാൻ അല്ലേ? എന്നിട്ട് ഒന്നടിച്ച് ഡബിൾ അടിക്കുമ്പോൾ റിവേഴ്സ്. അടുത്ത് ഒന്നടിക്കുമ്പോൾ ഇത് വലിക്കുള്ളൂ. ടോട്ടൽ ഗിയർ. അന്നേരം വണ്ടി നിൽക്കും. വലിച്ചു. റിവേഴ്സ് ഉണ്ട്.
പണിക്കാർക്കും ലാസ്റ്റ് എന്നാണ് പറയുന്നത്. ആ ആ ആ അവർ കയറ് കെട്ടുന്നവരല്ലേ? കയറ് കിട്ടുന്നത് ലാസ്റ്റ് എന്നാണ്. ടിക്കറ്റ് കൊടുക്കുന്ന മാഷല്ലേ? സ്റ്റിയറിംഗ് ചെയ്യുന്ന ആള് സ്രാങ്ക്, ഇഞ്ചൻ വർക്ക് ചെയ്യുന്ന ഡ്രൈവർ. ഓക്കെ, ആർക്കും അറിയാൻ പറ്റില്ല അത് ആർക്കും അറിഞ്ഞൂടാ. ഞാനൊക്കെ എത്തി, ഏഴുമല എത്തിയാ? ഇനി പോകാനുണ്ടല്ലേ? രാമന്തളി അതല്ലേ ആ തോണി വരുന്നതിൻ്റെ എവിടെയാ? ആ വലിയ മല. ആ അവിടെ എത്തണമല്ലോ നമ്മള്. പൊളി വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളി വ്യൂ കേട്ടോ, പൊളി വ്യൂ. ഇതാണ് കേട്ടോ കൗവായ് ദ്വീപ്. നമുക്ക്